നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും അറബി ജ്യോതിഷത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നതിനെ കുറിച്ച്, അതുപോലെ സ്നേഹനഷ്ടത്തെക്കുറിച്ച്, നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ നമ്മിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നതുമായ പ്രശ്നങ്ങളെ കുറിച്ചെല്ലാം തന്നെ നിരവധി വീഡിയോകളിൽ ഇതിനോടകം സംസാരിച്ചു കഴിഞ്ഞതാണ്. ഇന്നത്തെ വിഷയം, പലരും ഈ വശീകരണം അല്ലെങ്കിൽ സ്നേഹനഷ്ടത്തിനുള്ള കർമ്മങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് ഭീമമായ ചെലവുള്ളതാണ്, അത് ഈ താന്ത്രികർക്കും അല്ലെങ്കിൽ ഈ ഉള്ളവൻ ഉൾപ്പെടെ ഉള്ളവർക്ക് ഇങ്ങനെ ആളുകളെ എത്തുന്ന കാശ് വാങ്ങാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോ അതുകൊണ്ട് അതിലാരും പെടരുത് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് വളരെ ലളിതമായ രൂപത്തിൽ സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന ചില വശീകരണ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുതരാം. ഇതിനാകുമ്പോൾ നിങ്ങൾ ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോകണ്ട, അല്ലെങ്കിൽ ഉസ്താവന്മാരുടെ അടുത്തും തങ്ങന്മാരുടെ അടുത്തൊന്നും പോകണ്ട, പൈസ കൊടുക്കണ്ട, ഇങ്ങനത്തെ ആരും തട്ടിപ്പാക്കി പറ്റിച്ച് എന്നുള്ള ചിന്തയൊന്നും ഇല്ലാതെ സ്വമേധയാ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇത് ആദ്യം എന്തിനൊക്കെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞുതരാം. ഇത് ശാശ്വതമായിട്ടുള്ള പ്രതിവിധിയൊന്നുമല്ല കേട്ടോ. നിങ്ങൾ ഇപ്പം ഇൻസ്റ്റയിലോ വാട്സപ്പിലോ ഫേസ്ബുക്കിലൊക്കെ പരിചയപ്പെട്ട ഒരു സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ, അവരെടുത്ത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് സാധിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ വശീകരണം ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യം നടപ്പാക്കണം. അതുപോലെ വേറെ ചിലരെടുത്ത് നമുക്ക് എന്തെങ്കിലും പൈസയോ വേറെ എന്തെങ്കിലും കിട്ടാനുണ്ടാവും. അങ്ങനെയുള്ള കാര്യത്തിനും എന്ത് ചെയ്യാൻ പറ്റുമോ, ഈ പറഞ്ഞ കർമ്മം ഉപയോഗപ്പെടുത്താൻ പറ്റും. അത് എന്താണ്, അതിനെന്തൊക്കെയാണ് വേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് പറയും. അതിന് വേണ്ട സാധനങ്ങൾ: ഒരു ചെറുനാരങ്ങ, ശ്രദ്ധിച്ച് കേൾക്കണം, ഒരു ചെറുനാരങ്ങന്റെ പുറമെ ഒരു മിനിമം 4 ഗ്രാം കുങ്കുമപ്പൂവ്. 4 ഗ്രാമാണ് കുങ്കുമപ്പൂവ് വേണ്ടത്. അതിലെത്രയും കൂട്ടാം, പക്ഷെ അതിൽ കുറഞ്ഞു പോകരുത്, ശ്രദ്ധിക്കണം. 4 ഗ്രാമോ അതിൽ കൂടുതലോ കുങ്കുമപ്പൂ വേണം. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു വെള്ളരിക്ക, പിന്നെ അതിന്റെ പുറമെ ഒരു ചുവന്ന തുണിക്കഷ്ണം, അതുപോലെ ഒരു ചുവപ്പ് നൂല്. ഈ സാധനങ്ങൾ വേണം. എന്നിട്ട് ഇനി ഇതിന്റെ കർമ്മങ്ങൾ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ആദ്യം ഒരു വെള്ള പേപ്പറിൽ നിങ്ങൾ ഈ വശീകരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേര്, വയസ്സ്, അയാളുടെ അമ്മയുടെ പേര്, അച്ഛൻ്റെ പേരല്ല അമ്മയുടെ പേര്, ഈ കാര്യം അതിൽ എഴുതി വെക്കണം. എന്നിട്ട് ഈ പേപ്പറിൽ എഴുതണം കേട്ടോ. അതിന് ശേഷം ഈ ചെറുനാരങ്ങ എടുത്ത് 4 മുറിക്കണം. 4 പീസ് ഉണ്ടായിരുന്നു, പക്ഷെ പീസ് വേർപെടുത്തി പോകരുത്. അതായത് നാരങ്ങ എന്ത് ചെയ്യുന്നു, നടുവെ ഛേദിക്കുന്നു, ഛേദിച്ചിരുന്ന പീസായിട്ട് വിട്ടു പോകരുത്. അപ്പൊ 4 പീസ് എതിരുകളായിട്ട് കൂടി നിൽക്കുന്നത് കാണാനുണ്ടാകണം. ഒരിക്കലും വേറെ വിട്ടുപോയി കഴിഞ്ഞാൽ വേറെ നാരങ്ങ ഉപയോഗിക്കേണ്ടി വരും. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നാരങ്ങ 4 പീസായിട്ട് തോന്നാമെങ്കിലും 4 എതൾ പോലെയാണ് ഉണ്ടാവേണ്ടത്. അത് മുറിഞ്ഞ് വിട്ടുപോകാൻ പാടില്ല. വിട്ടുപോയാൽ നാരങ്ങ മാറ്റിക്കളയണം. അങ്ങനെ ഈ നാരങ്ങ നമ്മൾ 4 പീസാക്കി, അതായത് എതളാക്കിയ നാരങ്ങയിൽ അതിന് വെക്കുന്നു. അതിന് ശേഷം ഈ വെള്ളരിക്ക എടുത്ത് നടുവെ എന്ന് പറയുമ്പോൾ നീളത്തിൽ നടുവേ എന്നിട്ട്, അല്ലാണ്ട് വീതിയിൽ നടുവല്ല, എന്നുവെച്ചാൽ 2 പിളർപ്പാക്കിയിട്ട് മാറ്റണം. എന്നിട്ട് അതിലത്തെ ചോറ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിത്ത്, അതുപോലെ തന്നെ ഇതൊക്കെ പരമാവധി സ്പൂൺ കൊണ്ടോ കത്തി കൊണ്ടോ പരമാവധി നീക്കി കളയണം. അതിന് ശേഷം നമ്മുടെ വെള്ളരിക്ക അല്ല, ആദ്യം റെഡിയാക്കി വെച്ച ചെറുനാരങ്ങ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ഈ ചെറുനാരങ്ങയിൽ പിന്നെ ഈ പേപ്പർ ഉണ്ടല്ലോ, നമ്മൾ എഴുതി വെച്ച ആളുടെ പേര്, വയസ്സ്, അമ്മയുടെ പേര് ഇത് എഴുതിയതും, അതുപോലെ തന്നെ ആ പേപ്പറിന്റെ ഒരു ഭാഗത്ത് നമ്മുടെ ആവശ്യം എന്താണെന്ന് എഴുതിയിട്ടുണ്ടാകണം.
അങ്ങനെ ഈ ചെറുനാരങ്ങയും കയ്യിൽ പിടിച്ചുകൊണ്ട് ആ ചെറുനാരങ്ങയിലേക്ക് ഈ നമ്മൾ എഴുതി വെച്ച പേപ്പർ ചെറുതാക്കി മടക്കിയിട്ട് ഈ 4 ഇതളുള്ള ചെറുനാരങ്ങയിലേക്ക് വെക്കുക. അതിന് ശേഷം ഈ ചെറുനാരങ്ങ എടുത്ത് കയ്യിൽ പിടിച്ച് ഏകദേശം ഒരു 2 മിനിറ്റ് എന്ത് ചെയ്യണോ, ഈ നമ്മൾ ആകർഷിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ രൂപഭാവങ്ങൾ ആവാഹിക്കുക എന്നാണ് മാന്ത്രിക ഭാഷ പറയുക. എന്ന് പറഞ്ഞാൽ അത് ഓർക്കുക. എന്നിട്ട് ഈ ചെറുനാരങ്ങ കൊണ്ട് താഴേക്കും മുകളിലേക്കും മെല്ലെ ചലിപ്പിക്കണം. എന്നുവെച്ചാൽ അയാളെ ഒഴിഞ്ഞെടുക്കുന്നു എന്നതിൻ്റെ പ്രതീകമാണ് ഈ കർമ്മം. അത് ചെയ്ത ശേഷം ഈ നാരങ്ങ മെല്ലെ നമ്മൾ എന്ത് ചെയ്യും, ഈ പറയപ്പെട്ട വെള്ളരിക്കയിലേക്ക് എടുത്തു വെക്കും. വെള്ളരിക്ക 2 പീസാണ് കേട്ടോ. അപ്പോൾ 2 ക്ലീനാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ചെറുനാരങ്ങ അതിൽ വെച്ച ശേഷം നമ്മൾ ഈ കുങ്കുമപ്പൂ ഉണ്ടല്ലോ, ഇത് എന്ത് ചെയ്യൂ, ശരിക്ക് കൈ കൊണ്ട് കയ്യിലേക്ക് പൊട്ടിച്ചിട്ട്, കുങ്കുമപ്പൂ എന്ന് പറഞ്ഞാൽ ഓരോ ഗ്രാമിന്റെ ബോട്ടിലായിട്ടും 5 ഗ്രാമിന്റെ ബോട്ടിലായിട്ടൊക്കെ ഇപ്പൊ വാങ്ങാൻ കിട്ടുക. കുറച്ച് വില കൂടിയ സാധനമാണ്. ജഫ്രാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒറിജിനൽ സാധനത്തിന് ഗ്രാമിന് 700 റുപ്യൊക്കെ വിലയുണ്ട്, അറിയാലോ. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞ 4 ഗ്രാമെങ്കിലും വേണം. ഇത് നമ്മൾ കയ്യിലെടുത്ത് എന്ത് ചെയ്യാ, ശരിക്കും നമ്മൾ ചോറൊക്കെ കുഴക്കുന്ന മാതിരി, ഇതൊരു പൂവാണ്, ചുവപ്പ് കളറിലുള്ള നൂലായിട്ടില്ലേ ഉണ്ടാവും. അപ്പൊ കൈയിട്ട് നന്നായി ഞെരടി പൊടിക്കണം. പൊടിച്ചിട്ട് നമ്മളെ മുഖത്തിന്റെ ചുറ്റും ഒരു വട്ട് ഒഴിയുക. എന്നിട്ട് പിന്നെ നേരത്തെ നമ്മൾ പേപ്പറിൽ വായിക്കുന്നത് പോലെ, അതായത് നമ്മൾ പേപ്പറിൽ എഴുതി വെച്ച കാര്യങ്ങൾ, അതായത് നമ്മൾ ആകർഷിക്കുന്ന വ്യക്തിയെക്കുറിച്ചും അയാളിൽ നിന്ന് നമുക്ക് സാധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ പിന്നെ എന്ത് ചെയ്യാ, ഈ ആഗ്രഹിച്ചുകൊണ്ട് അല്ലെ മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ട് ഇതിന്റെ മുകളിലേക്ക് ഈ പറഞ്ഞ സാധനം, എന്ത്, ഈ കുങ്കുമപ്പൂവ് ഈ ചെറുനാരങ്ങയിൽ പേപ്പർ വെച്ചിട്ടുണ്ടല്ലോ, അതിന്റെ മുകളിൽ കൂടി ഇട്ട് വെക്കുക. എന്നിട്ട് ഇട്ട ശേഷം എന്ത് ചെയ്യാ, ചെറുനാരങ്ങ 4 ഇതളായിട്ടാണല്ലോ ഉള്ളത്, അത് ആ നൂല് കൊണ്ട്, ഇതിന്റെ ചുവപ്പ് നൂല് കൊണ്ട് കെട്ടുക. ഇപ്പൊ നാരങ്ങ ഒറിജിനൽ പോലെയായി. അങ്ങനെ കെട്ടിയ ശേഷം വെള്ളരിക്കയിലേക്ക് ഉള്ളിൽ വെച്ചിട്ട് ആ ചുവപ്പ് തുണി ഉണ്ടല്ലോ, ആ തുണി എടുത്ത്, അല്ല ചുവപ്പ് ചരട് പോലെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ തുണി കയറിയിട്ട്, അതുകൊണ്ട് വെള്ളരിക്കന്റെ മുകളിൽ കൂടി നന്നായി കെട്ടുക. കെട്ടിയിട്ട് ടൈറ്റ് ആക്കിയിട്ട് അതിന് ശേഷം എന്ത് ചെയ്യുക, ഒരിക്കൽ കൂടി എന്ത് ചെയ്യുക, ഈ മുഖത്തിന് ചുറ്റും, അല്ലെങ്കിൽ നമ്മുടെ ഈ മുഖത്തിന് ചുറ്റും താഴേക്കും മുകളിലേക്കും ആയിട്ട് ആ വായിച്ചൊഴിയാന്ന് പറഞ്ഞല്ലോ, ആ ഒഴിയുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ തല മുതൽ കാല് വരെയുള്ള ശരീരം മൊത്തമായി നമ്മുടെ മനസ്സിൽ ആവാഹിച്ചിട്ടുണ്ടാകണം. ഇങ്ങനെയാണ് ചെയ്യണ്ടേ. അതിനുശേഷം ഇതങ്ങനെ തന്നെ എന്ത് ചെയ്യാം, ഒഴുകുന്ന വെള്ളത്തിൽ കൊണ്ടുപോയിട്ടില്ല, ഒന്നുകിൽ അതല്ലെങ്കിൽ ഈ തീയിലിട്ടിട്ട് കത്തിക്കാം. തീയിലിട്ട് കത്തിക്കലാണ് കൂടുതൽ ഫലവത്താണെന്ന് പറയുന്നത്, പക്ഷെ ഒഴുകുന്ന വെള്ളത്തിലിട്ടാലും മതി. അപ്പൊ ഇതിന് ശ്രദ്ധിക്കേണ്ടത്, ഇതിന്റെ സങ്കല്പം എന്ന് പറയുന്നത്, ഈ ചെറുനാരങ്ങ 4 ഇതൾ ചെറുനാരങ്ങ വെച്ചിട്ടുണ്ടല്ലോ, ഇത് 4 ഭൂതങ്ങളെ, അതായത് പഞ്ചഭൂതങ്ങളിൽ നിന്ന് 4 എണ്ണത്തിന് പ്രതിനിധീകരിക്കണം. 5-മത്തേത് വെള്ളമാണെന്നോ തീയാണെന്നോ 2 സങ്കല്പമുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് കൂട്ടിച്ചേർക്കുന്നു. തീയാണെങ്കിൽ തീയിലേക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ 5 ഭൂതമായി. അപ്പൊ 5 ഭൂതങ്ങളെ നമ്മൾ ഏൽപ്പിക്കുക, നമ്മുടെ ആഗ്രഹങ്ങൾ നടത്താൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ വെള്ളത്തിലേക്കാണെങ്കിലും തീയിലേക്കാണെങ്കിലും അങ്ങനെ തന്നെ. പിന്നെ ഇതിന്റെ കൂടെ ഒരു പ്രത്യേക ജപം പറയാറുണ്ട്. ഹിന്ദു ആചാര്യന്മാരാണ് അത് പറയുന്നത്. അവർ പറയുന്നത് ഓം നമ ശിവായ എന്നുള്ള മന്ത്രം തുരുതുര ജപിച്ചുകൊണ്ട് നിൽക്കണം എന്ന് പറയാറുണ്ട്. പക്ഷെ ഇതിന് പ്രത്യേകിച്ച് ഇത് പ്രപഞ്ച സത്യങ്ങൾ ഉൾക്കൊള്ളുന്ന വശിയായതുകൊണ്ട് ഇതിനെന്ത് ആവശ്യമില്ല, മന്ത്രങ്ങൾ ആവശ്യമില്ല എന്നാണ് ഈ അറബി ജ്യോതിഷ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത്. പിന്നെ ദൈവത്തിന് ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ദൈവവിശ്വാസം നമുക്ക് വേണം. അതുപോലെ തന്നെ ഈ സത്യസന്ധമായിരിക്കണം നമ്മുടെ ആഗ്രഹങ്ങൾ. വെറുതെ ഒരാളെ വശീകരിച്ച് കൊണ്ടുവന്നു
അയാളങ്ങ് പീഡിപ്പിച്ചു, അല്ലെങ്കിൽ അയാളുമായിട്ട് ശാരീരിക ബന്ധപ്പെട്ട് ഒഴിവാക്കി പറഞ്ഞേക്കാം, അല്ലെങ്കിൽ വേറൊരുത്തൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞ എന്തെങ്കിലും ചെയ്തിട്ട് ഒരു 5-10 ലക്ഷം ഉറുപ്പ്യ തട്ടിച്ചെടുക്കാം, അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ലൈംഗിക അടിമയാക്കാം എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് ഇത് ഒരിക്കലും ആരും ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് ഇത് ഫലവത്താകാതിരിക്കാൻ വേണ്ടിയിട്ട് മഹാന്മാർ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന് അനുമതി നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ചെയ്യുന്നത് നന്മയിൽ അധിഷ്ഠിതമാകണം. പിന്നെ ഇതിന്റെ തന്നെ അഥർവ പതിപ്പുണ്ട്, 4-ാം വേദ പതിപ്പ് എന്ന് പറയും. എന്ന് വെച്ചിട്ടുണ്ട് ഇത് കുറച്ചും കൂടി ഇതിന്റെ കഠോരമായ ക്രിയകൾ, അതൊന്നും ഈ വീഡിയോയിലൊന്നും പറയാൻ പറ്റൂല. പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തോതിൽ അത് ദുരുപയോഗം ചെയ്യപ്പെടും. അങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ഈ ഭൂമിക്ക് തന്നെ താങ്ങാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറഞ്ഞ രൂപത്തിലാവും. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് അതിന്റെ അതീവ ഗുരുതരമായ അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ദുരുപയോഗം ഭയന്നുകൊണ്ടാണ് മിക്കവാറും എല്ലാ മാന്ത്രികരും ഈ വശീകരണ സംബന്ധമായ കാര്യങ്ങൾ ഒരിക്കലും എന്താകാത്തത്, പിന്നെ ഇങ്ങനെ പബ്ലിക്കിൽ വീഡിയോ ആയിട്ടോ ഇതൊന്നും ചെയ്യാത്തത്. ദുരുപയോഗം ഭയന്നിട്ട്. അത് ദുരുപയോഗം ചെയ്യപ്പെടാൻ പാടില്ല എന്ന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു ആത്മാർത്ഥത, ഒരു സത്യസന്ധത, അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വയവും ഈ വശീകരിക്കപ്പെടുന്ന വ്യക്തിക്കും രണ്ടാക്കും ഗുണം ഉണ്ടാകും എന്ന് ഉറപ്പുണ്ടെങ്കിലേ ആരും ഈ പരിപാടി ചെയ്യാവൂ എന്ന് ഉറപ്പുവരുത്തണം. ഇനി നിങ്ങൾക്ക് പരീക്ഷിക്കാം. ചെയ്ത് റിസൾട്ട് കിട്ടിയാൽ ഈ വീഡിയോയിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. 100% അനുഭവമുള്ള ആയിരങ്ങൾക്ക് ഫലം കിട്ടിയ കാര്യമാണ് ഇത്. നിങ്ങൾ പ്രത്യേകിച്ച് പൈസയൊന്നും മുടക്കണ്ട, ഇത് നിങ്ങൾക്ക് ആർക്കും ചെയ്യാവുന്നതാണ്. പിന്നെ ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ സത്യസന്ധത, ആത്മാർത്ഥത, അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്ത് ചെയ്യണം, ക്വാളിറ്റി ഉള്ളതായിരിക്കണം, ഉറപ്പുള്ള സാധനമായിരിക്കണം. വെള്ളരിക്ക എന്ന് പറഞ്ഞാൽ വെള്ളരിക്കയെ ഉപയോഗിക്കാവും, കുക്കുമ്പറൊന്നും വാങ്ങിയിട്ട് ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ കുങ്കുമപ്പൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനലും ഒക്കെ കിട്ടുന്നുണ്ട്. ഒറിജിനൽ സാധനം തന്നെ വാങ്ങുക. പിന്നെ ചെറുനാരങ്ങന്റെ കാര്യം പറയാനില്ലല്ലോ. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്ത് പൂർത്തിയാക്കുക. എല്ലാവർക്കും സുനിശ്ചിതമായിരിക്കും വിജയം. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പുതിയ ഇതുപോലത്തെ കാര്യങ്ങൾ കിട്ടാൻ എന്ത് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ ബട്ടണിലേക്ക് കഴിഞ്ഞാൽ പുതിയ അപ്ഡേഷൻസ് വരും. എല്ലാവരും സഹകരിക്കുക. നന്ദി, നമസ്കാരം.